previous class, we discussed the topic pre-independence development and development in the post-independence era. Today, I discussing the next topic, cooperative movement after 1991. അതായത് 1991 ശേഷം കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ് അഥവാ ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. The report of the Brahma Prakash Committee appointed by the Planning Commission of India prepare a model bill to restore the genuine character of cooperative based on cooperative principle was submitted to the Planning Commission in 1991. അതായത് പ്ലാനിംഗ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത ബ്രഹ്മപ്രകാശ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് പ്ലാനിംഗ് കമ്മീഷന് 1991 സബ്മിറ്റ് ചെയ്തു. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ഒരു മോഡൽ കോപ്പറേറ്റീവ് ബില്ല് കൊണ്ടുവരാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ആ കമ്മിറ്റി ചെയ്തത്. Then the report was deliberated at a conference of state cooperative ministers and registrar of cooperative societies in 1992, which are called upon by the government. അതായത് ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗ്, അതായത് കോൺഫറൻസ് നടത്തി, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ രജിസ്ട്രാറുടെയും നേതൃത്വത്തിലുള്ള മീറ്റിംഗിൽ 1992 കോൺഫറൻസിലെ ഈ റിപ്പോർട്ടിനെ പറ്റി ഡിസ്കഷൻസ് നടത്തി. ദിസ് വിൽ ഇൻഫ്ലുവൻസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു അമെൻഡ് ഇറ്റ്സ് കോപ്പറേറ്റീവ് ലോ. ഇത് ഈ ഒരു റിപ്പോർട്ടിന്റെ ഡിസ്കഷന്റെ ബേസിസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തിനു തീരുമാനിച്ചു? കോപ്പറേറ്റീവ് ലോകളൊക്കെ അമെൻഡ് ചെയ്യാനെങ്കിൽ ഭേദഗതി വരുത്താനായിട്ട് തീരുമാനിച്ചു. Some of the state enacted laws based on the model cooperative bill. ഈ മോഡൽ കോപ്പറേറ്റീവ് ബില്ലിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറെ ലോകളൊക്കെ ഇനാക്ട് ചെയ്യാൻ അത് പ്രാബല്യത്തിൽ വന്നു. The Government of India reformed Multi-State Cooperative Societies Act 1984 and enacted a new Act 2002. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 അമെൻമെന്റ് വരുത്തി 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നു. In the meantime, in 1991, the Government of India embarked upon economic reforms by implementing a comprehensive package of deregulations of the economy through structural adjustment program at a macro level. അതായത് ഈ 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തിനാണ് ഏർപ്പെട്ടത്? ഒരു എക്കണോമിക് റിഫോം ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് മാക്രോ ലെവലിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിൽ കൂടി എന്ത് ചെയ്തു? എക്കണോമിക് റിഫോംസ് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇതിന്റെയൊക്കെ ഒബ്ജക്റ്റ് വാസ് ടു ട്രാൻസ്ഫോം ദ നാഷണൽ എക്കണോമി ഫ്രം എ ക്ലോസ്ഡ് വൺ ടു ആൻ ഓപ്പൺ, ലിബറലൈസ്ഡ് ആൻഡ് ഗ്ലോബലൈസ്ഡ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി. ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നാഷണൽ എക്കണോമിനെ ഒന്നും കൂടി ഓപ്പൺ ആക്കുകയും ഒരു ലിബറലൈസ്ഡ് അല്ലെങ്കിൽ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നമ്മുടെ എക്കണോമിയിൽ കൊണ്ടുവരികയുമായിരുന്നു ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. Another important features of the reform was the vision to encourage foreign direct involvement and multinational cooperation for linking the Indian economy with the world economy. മറ്റൊരു പ്രത്യേകത, ഈ റിഫോമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളൊക്കെ എന്തുണ്ടായി? ഇന്ത്യൻ എക്കണോമിയെ വേൾഡ് എക്കണോമിയുമായിട്ട് ലിങ്ക് ചെയ്യിച്ചു. Consequently, the reform initiatives have not been converted into concrete gains. എന്നാൽ ഈ റിഫോമിൽ കൂടിയൊന്നും കൃത്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. In the context of liberalized and globalized economy, the paradigm of cooperative business management and the cooperative have to be transformed from state support into member-based and member-controlled organization. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചറിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ മാതൃകയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. അതായത് സ്റ്റേറ്റ് സപ്പോർട്ടിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മാറ്റിയിട്ട് മെമ്പർ ബേസ്ഡ് അല്ലെങ്കിൽ മെമ്പർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ദിസ് റിക്വയേഴ്സ് എ ക്ലോസ് ലുക്ക് അറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കോപ്പറേറ്റീവ്സ്. അങ്ങനെ നമുക്ക് ഇതിനൊക്കെ ആവശ്യം മെയിൻ ആയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ വീക്ക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം.
അപ്പോൾ ഫസ്റ്റില് ദ മോസ്റ്റ് നോട്ടബിൾ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ആർ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രെങ്ത്നെസ് എത്രത്തോളം ഉണ്ടെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, വൈഡ് കവറേജ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ അബൌട്ട് 71% ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ്സ് ആർ കവേർഡ്. അതായത് 71% റൂറൽ ആളുകളും ഏതിനെ കവർ ചെയ്തു? ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ കവർ ചെയ്തു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എ സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് comprising more than 5 lakh cooperatives of different kinds with a membership of nearly 230 million. അതായത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു നെറ്റ്വർക്ക് ആയിട്ട് മാറി. 5 ലാക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള 5 ലാക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വന്നു. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 230 മില്യണോളം മെമ്പേഴ്സ് അതിൽ ആയിക്കഴിഞ്ഞു. ദെൻ commonly present in credit and banking, fertilizer production and distribution, sugar production, dairy, agriculture, marketing and housing. അതായത് ഇന്നത്തെ പ്രസന്റ് ഡേയിൽ ധാരാളം ക്രെഡിറ്റ് സൊസൈറ്റികളും അതുപോലെ തന്നെ ബാങ്കിങ്, കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ സൊസൈറ്റികളും അതുപോലെ തന്നെ ഷുഗർ പ്രൊഡക്ഷൻ, ഡയറി, അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ് തുടങ്ങിയ നിരവധി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്തു. Establishment of a strong network of training and educational institution. Supervisory aspects is concerned with the accountability of professional executives employed by the cooperatives to conduct efficiently the operations of the enterprise. സൂപ്പർവൈസറി ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ്സിന്റെ അക്കൗണ്ടബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അവരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ റെഗുലേറ്ററി ആസ്പെക്ട്സ് റിലേറ്റ് ടു ലീഗൽ പ്രൊവിഷൻ. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് റെഗുലേറ്ററി ആസ്പെക്ട്സിൽ വരുന്നത്. Then, in the view of above the important aspects of autonomy of cooperative means, ഇതിന്റെയൊക്കെ വ്യൂവില് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അതിൽ താഴെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, വിസിബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സെൽഫ് റെഗുലേഷൻസ്. അതായത് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സെക്ടർ. ദെൻ ഫ്രീഡം ഫ്രം എക്സ്റ്റെൻഡഡ് കൺട്രോൾ ആൻഡ് ഇന്റർഫിയറൻസ്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ഓട്ടോണമി. ദെൻ കംപ്ലൈൻസ് ഓഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അതായത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ആ ലീഗൽ ആയിട്ടത് വർക്ക് ചെയ്യാം. ദെൻ ലേയിങ് ഡൗൺ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യണം, അവരുടെ ആ പെരുമാറ്റ രീതികൾ ഫോളോ ചെയ്യണം. അക്കൗണ്ടബിലിറ്റി ലിങ്കേജ് വിതിൻ ദ മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റുമായിട്ട് നല്ലൊരു ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യും. ദെൻ എംപവർമെന്റ് ഓഫ് ദ ബോർഡ് ടു ഫോർമുലേറ്റ് പോളിസി ഇൻ അക്കോർഡൻസ് വിത്ത് ദ വിൽ ഓഫ് ദ ജനറൽ ബോഡി. ജനറൽ ബോഡിയുടെ താല്പര്യം അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യും. Then empowerment of CEO to form and implement a operational plan of action in conformity with the policy decision of the board. ബോർഡിന്റെ ഡിസിഷന് അനുസരിച്ച് CEO എന്ത് ചെയ്യണം? അവിടുത്തെ ഓപ്പറേഷണൽ പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ്, ഫോർ ഡെവലപ്പിംഗ് ഓട്ടോണമി ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു ഓട്ടോണമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം? ഫസ്റ്റ്, introducing a system of intensive education for members, employees and leaders of the cooperative enterprise. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിലെ മെമ്പേഴ്സിന് അതുപോലെ തന്നെ എംപ്ലോയീസിന് ലീഡേഴ്സിനൊക്കെ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ സെക്കൻഡ്, ഇവോൾവിംഗ് എ സിസ്റ്റം ഓഫ് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യണം. Then inculcation of cooperative values and development of knowledge of the principles of cooperation. അതായത് കോപ്പറേറ്റീവ് വാല്യൂസുകളും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളൊക്കെ ഫോളോ ചെയ്യണം. Conducting the business of cooperatives in accordance with the needs and requirements of the members based on the cooperative values and principles. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓരോ ബിസിനസ്സും മെമ്പേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനെ അനുസരിച്ചായിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ ക്രിയേറ്റിംഗ് പോളിസി ബിറ്റ്വീൻ ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ കോപ്പറേറ്റീവ്സ്. അതായത് കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെ മെമ്പേഴ്സുമായിട്ടുള്ള അവരുടെ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷനിൽ
കൃത്യമായിട്ടുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ്, ഫോർ ഡെവലപ്പിംഗ് ഓട്ടോണമി ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു ഓട്ടോണമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം? ഫസ്റ്റ്, introducing a system of intensive education for members, employees and leaders of the cooperative enterprise. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിലെ മെമ്പേഴ്സിന് അതുപോലെ തന്നെ എംപ്ലോയീസിന് ലീഡേഴ്സിനൊക്കെ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. Then second, evolving a system of continuous communication among the members of the cooperatives. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യണം. Then inculcation of cooperative values and development of knowledge of the principles of cooperation. അതായത് കോപ്പറേറ്റീവ് വാല്യൂസുകളും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുകളൊക്കെ ഫോളോ ചെയ്യണം. Conducting the business of cooperatives in accordance with the needs and requirements of the members based on the cooperative values and principles. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓരോ ബിസിനസ്സും മെമ്പേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനെ അനുസരിച്ചായിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. Then creating policy between the rights and obligation of members as well as the cooperatives. അതായത് കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെ മെമ്പേഴ്സുമായിട്ടുള്ള അവരുടെ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷനിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ക്രിയേറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റിംഗ് പാരിറ്റി ബിറ്റ്വീൻ ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ കോപ്പറേറ്റീവ്സ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിലെ മെമ്പേഴ്സുമായിട്ട് അവരുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷനിൽ നല്ലൊരു പാരിറ്റി അഥവാ തുല്യത ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഫോർമുലേറ്റിംഗ് എ കോഡ് ഓഫ് ബിസിനസ് ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു കോഡ് ഓഫ് ബിസിനസ് അതായത് ഒരു പെരുമാറ്റ രീതി ഫോർമുലേറ്റ് ചെയ്യണം. ഇത്രയാണ് ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ട നടപടിക്രമം. രണ്ടാമത്തെയാണ് ഫോർ ബിൽഡിംഗ് അപ്പ് ഓഫ് എ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഒരു കോപ്പറേറ്റീവ്സിൽ കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, ഫോർമുലേറ്റിംഗ് ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റും തമ്മിൽ വ്യക്തമായിട്ടുള്ള വിഷൻ ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് പോയിന്റ്, അസസിങ് കണ്ടിന്യൂസ്ലി ദ നീഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് എന്താണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അത് അസസ് ചെയ്യണം അഥവാ പരിശോധിക്കണം. Then third point, establishing workable balance between member requirements and expectations and market situation. അതായത് മെമ്പറുടെ റിക്വയർമെന്റ്സും അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസും മാർക്കറ്റ് സിറ്റുവേഷനും തമ്മിൽ നല്ലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Then next point, introducing need based business planning. അതായത് മെമ്പേഴ്സിന്റെ നീഡ്സിന് അനുസരിച്ചുള്ള ബിസിനസ് പ്ലാൻ ചെയ്യണം. Then establishing and clearly defining key indicator for evaluating performance of an enterprise. ഒരു എന്റർപ്രൈസിന്റെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ട കീ ഇൻഡിക്കേറ്റർ തയ്യാറാക്കണം. Then raising its own resource from members and financial institutions rather than government. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഗവൺമെന്റിനെ ആശ്രയിക്കാതെ അവരുടെ റിസോഴ്സസ് മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ റൈസ് അപ്പ് ചെയ്യണം. ദെൻ ഇൻട്രൊഡ്യൂസിങ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് അപ്രോപ്രിയേറ്റ് HR പോളിസി. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഹ്യൂമൻ റിസോഴ്സ് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ ഫോക്കസിംഗ് ഓൺ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് ദയർ കോസ്റ്റ് ഓഫ് ഇഫക്റ്റീവ്നെസ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളിൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇവോൾവിംഗ് സ്പെസിഫിക് മാർക്കറ്റ് സ്ട്രാറ്റജി കീപ്പിംഗ് ഇൻ വ്യൂ ദ പൊസിഷൻസ് ഓഫ് കോമ്പറ്റേറ്റേഴ്സിന്റെ പൊസിഷനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യണം. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അതായത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ പഠിച്ചു, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻ ദ പ്രീ ഇൻഡിപെൻഡന്റ് ഇറ പഠിച്ചു, ഡെവലപ്മെന്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ പഠിച്ചു, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആഫ്റ്റർ 1991 പഠിച്ചു.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആരംഭിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. സീ നെക്സ്റ്റ് വീക്ക്. ഓക്കെ ബൈ.